ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് SSLC പരീക്ഷയ്ക്ക് ഫിസിക്സിന്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ ആൻസർ കീ ഉൾപ്പെടുത്തി ഒന്ന് പരിശോധിക്കാം. സെക്ഷൻ എ, ചോദ്യം 1. ഒരു വസ്തുവിന് അടുത്തായി ഉണ്ടായ ശബ്ദതരംഗത്തിന്റെ ആവൃത്തി ആ വസ്തുവിന്റെ സ്വാഭാവിക ആവൃത്തിക്ക് തുല്യമാകുമ്പോൾ എന്താണ് സംഭവിക്കുക? 1. വസ്തു കമ്പനം ചെയ്യുന്നു. 2. വസ്തു ശബ്ദതരംഗത്തെ പ്രതിപദിപ്പിക്കുന്നു. 3. വസ്തു അനുനാദത്തിലാകുന്നു. 4. വസ്തു മറ്റൊരാവൃത്തി ഉൽപ്പാദിപ്പിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്? ഉത്തരം ഓപ്ഷൻ ബി 1ഉം 3ഉം. ചോദ്യം 2. പ്രസ്താവന മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി കോൺകേവ് ലെൻസുകൾ ഉപയോഗിച്ച് പരിഹരിക്കാൻ കഴിയും. കാരണം കോൺകേവ് ലെൻസുകൾ പ്രകാശരശ്മികളെ വ്യതിചലിപ്പിക്കുകയും അവയെ റെറ്റിനയിൽ പതിപ്പിക്കുകയും ചെയ്യുന്നു. താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ. പ്രസ്താവനയും കാരണവും ശരിയാണ്, കൂടാതെ കാരണം പ്രസ്താവനയെ വിശദീകരിക്കുന്നു. ചോദ്യം 3. ഒരു പ്രതിരോധകം R സെല്ലുമായി ഘടിപ്പിച്ചിരിക്കുന്ന സർക്യൂട്ടാണ് ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 10 സെക്കൻഡ് കൊണ്ട് റെസിസ്റ്ററിൽ എത്ര താപം ഉൽപ്പാദിപ്പിക്കപ്പെടും? ഉത്തരം ഓപ്ഷൻ ബി 200 ജൂൾ. ചോദ്യം 4. എ കോളവും ബി കോളവും ചേരുംപടി ചേർക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി. സെക്ഷൻ ബി, ചോദ്യം 5A. ഒരു സിനിമാ പ്രൊജക്ടർ സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ പതിപ്പിക്കുന്നു. കണ്ണിന്റെ ഏത് പ്രത്യേകതയാണ് സിനിമ പോലുള്ള ചലിക്കുന്ന ചിത്രങ്ങൾ തുടർച്ചയായി കാണാൻ സഹായിക്കുന്നത്? ചലിക്കുന്ന ചിത്രങ്ങൾ കാണാൻ ഈ പ്രത്യേകത എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദമാക്കുക. ഉത്തരം കണ്ണിന്റെ വീക്ഷണസ്ഥിരത, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന ഗുണമാണ് കാരണം. ഒരു ചിത്രം കണ്ണിൽ ഏകദേശം 1/16 സെക്കൻഡ് സമയം നിലനിൽക്കും. അതുകൊണ്ട് വേഗത്തിൽ വരുന്ന ചിത്രങ്ങൾ തുടർച്ചയായ ചലനമായി തോന്നുന്നു. ചോദ്യം 5B. പ്രകാശത്തിന്റെ 2 പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പും പച്ചയും കൂടിച്ചേർന്നാൽ ഏത് ദ്വിതീയ വർണ്ണമാണ് രൂപപ്പെടുക? ഈ ദ്വിതീയ വർണ്ണത്തിന്റെ പൂരകവർണ്ണം കോംപ്ലിമെന്ററി കളർ ഏതാണ്? കാരണം എഴുതുക. ഉത്തരം രൂപപ്പെടുന്ന ദ്വിതീയ വർണ്ണം മഞ്ഞ, യെല്ലോ. ചുവപ്പ് റെഡ് പ്ലസ് പച്ച ഗ്രീൻ സമം മഞ്ഞ, യെല്ലോ. പൂരകവർണ്ണം കോംപ്ലിമെന്ററി കളർ നീല, ബ്ലൂ. കാരണം 2 പൂരകവർണ്ണങ്ങൾ ചേർന്നാൽ വെളുത്ത പ്രകാശം ലഭിക്കുന്നു. മഞ്ഞയും നീലയും ചേർന്നാൽ വെളുത്ത പ്രകാശം ലഭിക്കുന്നതിനാൽ നീലയാണ് മഞ്ഞയുടെ പൂരകവർണ്ണം. ചോദ്യം 6. ഒരു കപ്പലിലെ സോണാർ ഉപകരണം കടലിന്റെ അടിത്തട്ടിലേക്ക് ഒരു ശബ്ദതരംഗം അയയ്ക്കുകയും 4 സെക്കൻഡിനു ശേഷം അതിന്റെ പ്രതിധ്വനി സ്വീകരിക്കുകയും ചെയ്യുന്നു. വെള്ളത്തിൽ ശബ്ദത്തിന്റെ വേഗം 1500 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ അവിടെ കടലിന്റെ ആഴം എത്രയാണ്? ഉത്തരം സമയം 4 സെക്കൻഡ്, വേഗം 1500 മീറ്റർ പെർ സെക്കൻഡ്. ശബ്ദം പോയി തിരിച്ചുവന്ന സമയമാണ് 4 സെക്കൻഡ്, അതിനാൽ 2ൽ ഭാഗിക്കണം. ദൂരം സമം 1500 ഗുണകം 4 ഡിവൈഡഡ് ബൈ 2 സമം 6000 ഡിവൈഡഡ് ബൈ 2 സമം 3000 മീറ്റർ. ചോദ്യം 7. ഒരു കോൺകേവ് ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായി ലെൻസിലൂടെ കടന്നുപോകുന്ന പ്രകാശരശ്മിയുടെ പാത ഒരു കുട്ടി ചിത്രീകരിച്ചിരിക്കുന്നതാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എ. ചിത്രത്തിലെ അപാകത എന്താണ്? ബി. തെറ്റ് തിരുത്തി ശരിയായ ചിത്രം വരയ്ക്കുക. ഉത്തരം എ. കോൺകേവ് ലെൻസ് ഒരു വിവർജിക ലെൻസാണ്. ബി. ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നുണ്ട്. ചോദ്യം 8. ചിത്രത്തിൽ ഒരു റിംഗ് മാഗ്നറ്റിനു മുകളിലെ അക്രിലിക് ഷീറ്റിൽ സമാന്തരമായി വച്ചിരിക്കുന്ന ചെമ്പു കമ്പികൾക്ക് കുറുകെ AB എന്ന ചാലകം ക്രമീകരിച്ചിരിക്കുന്നു. ഒരു ബെൽ സ്വിച്ചിലൂടെ 12V ബാറ്ററി സമാന്തരമായി വച്ചിരിക്കുന്ന ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. എ. ബെൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ AB എന്ന ചാലകത്തിന്റെ ചലനദിശ ഏത്? ഉത്തരം സാധൂകരിക്കുക. ഉത്തരം ചലനദിശ ക്യൂവിലേക്ക്. സാധൂകരണം ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമം. ബി. വിപരീത ദിശയിൽ AB എന്ന ചാലകം ചലിപ്പിക്കുന്നതിന് സർക്യൂട്ടിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഉത്തരം കാന്തത്തിന്റെ ധ്രുവങ്ങൾ മാറ്റുക, അല്ലെങ്കിൽ ബാറ്ററിയുടെ ടെർമിനലുകൾ മാറ്റുക. ചോദ്യം 9. 30 ഓം പ്രതിരോധമുള്ള ഒരു വൈദ്യുതോപകരണം 120 വാട്ട് പവർ ലഭിക്കത്തക്ക വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ഉപകരണം ഏത് വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ പവർ ലഭിക്കുന്നത്? ഉത്തരം 60 വോൾട്ട്.
ചോദ്യം 10. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ സെക്കൻഡറി കോയിലിലൂടെ തുടർച്ചയായി വൈദ്യുത പ്രവാഹമുണ്ടാകാത്തതിന് കാരണമെന്താണ്? വിശദീകരിക്കുക. ഉത്തരം എ. പ്രൈമറി സർക്യൂട്ടിൽ DC നേരോദശ ഘടിപ്പിച്ചിരിക്കുന്നു. വിശദീകരണം. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഒരു DC സ്രോതസ്സാണ്, ബാറ്ററി. സ്വിച്ച് ഓൺ ചെയ്യുന്ന നിമിഷം പ്രൈമറി കോയിലിൽ കാന്തിക ഫ്ലക്സിന് മാറ്റം വരികയും അത് സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ പ്രൈമറിയിലെ കാന്തിക ഫ്ലക്സ് സ്ഥിരമായി നിൽക്കുന്നു. സെക്കൻഡറിയിൽ വൈദ്യുതി ഉണ്ടാകണമെങ്കിൽ കാന്തിക ഫ്ലക്സിൽ തുടർച്ചയായ മാറ്റമുണ്ടാകണം. ഇവിടെ DC ആയതുകൊണ്ട് ഫ്ലക്സിന് മാറ്റമില്ലാത്തതിനാലാണ് തുടർച്ചയായ വൈദ്യുത പ്രവാഹം ഉണ്ടാകാത്തത്. സെക്കൻഡറി കോയിലിൽ തുടർച്ചയായി വൈദ്യുത പ്രവാഹമുണ്ടാകുന്നതിന് പ്രൈമറി കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന വൈദ്യുത സർക്യൂട്ടിൽ എന്തു മാറ്റമാണ് വരുത്തേണ്ടത്? ഉത്തരം DCക്ക് പകരം AC സ്രോതസ്സ് ഘടിപ്പിക്കുക. ചോദ്യം 11A. ഒരു ചക്രവും അച്ചും ഉപയോഗിച്ച് 500 കിലോഗ്രാം ഭാരം ഉയർത്തുന്നു. ചക്രത്തിന്റെ ആരം 0.8 മീറ്ററും അച്ചിന്റെ ആരം 0.2 മീറ്ററുമാണെങ്കിൽ ഭാരമുയർത്താൻ ആവശ്യമായ ബലം എത്രയാണ്? ഉത്തരം 1225 ന്യൂട്ടൺ. ചോദ്യം 11B. 5 മീറ്റർ നീളവും 3 മീറ്റർ ഉയരവുമുള്ള ഒരു ചരിവുതലത്തിലൂടെ ഒരു ഭാരം തള്ളി നീക്കാൻ 100 ന്യൂട്ടൺ ബലം ആവശ്യമാണ്. ഈ ചരിവുതലത്തിന്റെ യാന്ത്രിക ലാഭം കണക്കാക്കുക. ഉത്തരം MA = ലെങ്ത് ബൈ ഹൈറ്റ്. MA = 5/3 = 1.67. ആൻസർ 1.67. സെക്ഷൻ സി. ചോദ്യം 12A. തരംഗത്തിലെ കണികകളുടെ ഒരു പ്രത്യേക സമയത്തെ കമ്പനാവസ്ഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എ. ഈ തരംഗത്തിന്റെ ആയതി ഏതാണ്? ബി. 0 മുതൽ A വരെ സഞ്ചരിക്കുന്നതിന് 3 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി കണക്കാക്കുക. സി. ഈ തരംഗത്തിന്റെ പീരിയഡ് എത്രയെന്ന് കണക്കാക്കുക. ഉത്തരം എ. ആയതി A = 0.2 മീറ്റർ. ബി. മാധ്യമത്തിലെ കണങ്ങളുടെ 1 സെക്കൻഡിലെ കമ്പനങ്ങളുടെ എണ്ണം. ആവൃത്തി F = 3/3 1 ഹെർട്സ്. സി. T = 1/f 1 സെക്കൻഡ്. ചോദ്യം 12B. A മുതൽ B വരെ സഞ്ചരിക്കുന്നതിന് ചുവടെ നൽകിയിരിക്കുന്ന തരംഗം 1 സെക്കൻഡ് എടുക്കുന്നു. എ. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് തരം തരംഗരൂപമാണ്? ബി. തരംഗദൈർഘ്യവും ആവൃത്തിയും ബന്ധിപ്പിച്ച് തരംഗവേഗം എങ്ങനെ കണ്ടെത്താം? സി. ഈ തരംഗത്തിന്റെ വേഗം എത്രയാണ്? ഉത്തരം എ. അനുപ്രസ്ഥ തരംഗം ഓർ അനുദൈർഘ്യ തരംഗം. ബി. V = f ലാംഡ. സി. V = f ലാംഡ 2 ഹെർട്സ് ഗുണിക്കണം 40 മീറ്റർ 80 മീറ്റർ പെർ സെക്കൻഡ്. ചോദ്യം 13. ചിത്രത്തിൽ L എന്ന ലെൻസിന്റെ പ്രകാശിക അക്ഷത്തിൽ വച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് AB. ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബം നിവർന്നതും വലുതുമാണ്. എ. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ലെൻസ് ഏതാണ്? ഉത്തരം സാധൂകരിക്കുക. ഉത്തരം കോൺവെക്സ് ലെൻസ്. സാധൂകരണം. ചിത്രത്തിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴുമായാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിബിംബം കോൺവെക്സ് ലെൻസ് മാത്രമേ നൽകൂ. പ്രതിബിംബ രൂപീകരണത്തിന്റെ രേഖാചിത്രം വരയ്ക്കുക. ഉത്തരം ഞാൻ കാണിക്കാം. ചോദ്യം 14A. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി കോയിലിൽ 1000 ചുറ്റുകളും സെക്കൻഡറി കോയിലിൽ 500 ചുറ്റുകളുമുണ്ട്. പ്രൈമറി വോൾട്ടേജ് 120 വോൾട്ടാണെങ്കിൽ എ. സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? ബി. ഇൻപുട്ട് കറന്റ് 5A ആണെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് പവർ എത്രയാണ്? ഉത്തരം എ. 60 വോൾട്ട്. ബി. ഇൻപുട്ട് പവർ = ഔട്ട്പുട്ട് പവർ. ഔട്ട്പുട്ട് പവർ = 600 വാട്ട്. ചോദ്യം 14B. ഒരു പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 220 വോൾട്ടും ഔട്ട്പുട്ട് വോൾട്ടേജ് 110 വോൾട്ടുമാണ്. ഇൻപുട്ട് കറന്റ് 2 ആംപിയർ ആണെങ്കിൽ എ. ഔട്ട്പുട്ട് കറന്റ് കണക്കാക്കുക. ഉത്തരം 4 ആംപിയർ. ബി. പ്രൈമറി സെക്കൻഡറി കോയിലുകളിലെ ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം കണ്ടെത്തുക. ഉത്തരം പ്രൈമറി സെക്കൻഡറി കോയിലുകളിലെ ചുറ്റുകളുടെ എണ്ണത്തിന്റെ അനുപാതം 2:1. NP/NS = VP/VS
സമം 2:1. സി. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 110 വോൾട്ട് 500 വാട്ട് പവറുള്ള ഒരു വൈദ്യുതോപകരണം ബന്ധിപ്പിച്ച് പ്രവർത്തിപ്പിച്ചാൽ യഥാർത്ഥ പവർ ലഭ്യമാകുമോ? വിശദീകരിക്കുക. ഇല്ല. കാരണം ട്രാൻസ്ഫോമറിന് പരമാവധി 440 വാട്ട് പവർ മാത്രമേ നൽകാൻ കഴിയൂ. ഇവിടെ ഔട്ട്പുട്ട് പവർ സമം Vs × Vs സമം 110 × 4 സമം 440 വോൾട്ട്. ചോദ്യം 15. പച്ച ഇലകളും ചുവന്ന പൂക്കളുമുള്ള ഒരു സസ്യം ചുവന്ന വെളിച്ചത്തിൽ വെച്ചിരിക്കുന്നു. എ. ഇലകളുടെയും പൂക്കളുടെയും നിരീക്ഷിക്കപ്പെടുന്ന നിറങ്ങൾ എന്തായിരിക്കും? കാരണം എഴുതുക. ഉത്തരം: ഇലകൾ ഇരുണ്ട് കറുപ്പ് നിറത്തിലും പൂക്കൾ ചുവന്ന നിറത്തിലും. കാരണം പച്ച ഇലകൾക്ക് പച്ച വെളിച്ചത്തെ മാത്രമേ പ്രതിഫലിപ്പിക്കാൻ കഴിയൂ. ചുവന്ന വെളിച്ചം അവ ആഗിരണം ചെയ്യുന്നതുകൊണ്ട് ഇലകളിൽ നിന്ന് വെളിച്ചമൊന്നും പ്രതിഫലിക്കുന്നില്ല. അതിനാൽ അവ കറുപ്പായി കാണപ്പെടുന്നു. ചുവന്ന പൂപ്പൈ ചുവന്ന വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ അവ ചുവപ്പായി തന്നെ കാണപ്പെടുന്നു. ബി. അതേ വെളിച്ചത്തിൽ ഒരു മഞ്ഞപ്പൂവ് വെച്ചാൽ ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? മഞ്ഞപ്പൂവ് ചുവന്ന നിറത്തിൽ കാണപ്പെടും. വിശദീകരണം: മഞ്ഞ നിറം എന്നത് ചുവപ്പും പച്ചയും ചേർന്നതാണ്. അതിനാൽ ഒരു മഞ്ഞ വസ്തുവിന് ചുവന്ന വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയും. ചുവന്ന വെളിച്ചം മാത്രമുള്ളപ്പോൾ മഞ്ഞപ്പൂവ് ചുവന്ന നിറത്തിൽ കാണപ്പെടും. ചോദ്യം 16. ഒരു വീട്ടിലെ ഉപകരണങ്ങളുടെ പ്രതിദിന ഉപയോഗം താഴെ നൽകുന്നു. 200 വാട്ട് പവറുള്ള ഒരു ടെലിവിഷൻ 5 മണിക്കൂർ ഉപയോഗിക്കുന്നു. 40 വാട്ട് പവറുള്ള 5 LED ബൾബുകൾ ഓരോന്നും 4 മണിക്കൂർ വീതം ഉപയോഗിക്കുന്നു. 30 ദിവസത്തെ വൈദ്യുതി ബിൽ എത്രയാണെന്ന് കണക്കാക്കുക. ഒരു യൂണിറ്റ് kWh വൈദ്യുതിയുടെ വില 500 ആണ്. ഉത്തരം 270 രൂപ. ഉത്തരം കിട്ടിയത് എങ്ങനെയെന്ന് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ചോദ്യം 17. നെയിൽ പുള്ളർ ഉപയോഗിച്ച് ആണി ഇളക്കുന്ന ചിത്രം നൽകിയിരിക്കുന്നു. എ. നെയിൽ പുള്ളർ ഏതുതരം ഉത്തോലകമാണ്? എന്തുകൊണ്ട്? ഉത്തരം: 1 വർഗം. കാരണം ഫൾക്രം ആധാരം ശ്രമത്തിനും ഭാരത്തിനും ഇടയിൽ വരുന്നു. ബി. ആണി ഇളക്കുന്നതിനായി 50 ന്യൂട്ടൺ ബലം പ്രയോഗിക്കേണ്ടി വന്നു. നെയിൽ പുള്ളറിന്റെ യാന്ത്രിക ലാഭം 5 ആണെങ്കിൽ ആണിയിൽ അനുഭവപ്പെട്ട ബലം എത്രയായിരിക്കും? ഉത്തരം: MA = ഭാരം / ശ്രമം. 5 = ഭാരം / 50 ന്യൂട്ടൺ. ഭാരം = 5 × 50 ന്യൂട്ടൺ. ഭാരം = 250 ന്യൂട്ടൺ. സെക്ഷൻ ടി. ചോദ്യം 18A. AB എന്ന സോളിനോയിഡിന്റെ B എന്ന അഗ്രത്തിനടുത്തായി ഒരു കാന്തസൂചി ക്രമീകരിച്ചിരിക്കുന്നു. എ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാന്തസൂചിയുടെ ഏത് ധ്രുവമാണ് ബിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ഉത്തരം: കാന്തസൂചിയുടെ ദക്ഷിണധ്രുവം സൗത്ത് പോൾ. ബി. ഈ ഉത്തരത്തിൽ എത്തിച്ചേർന്നതെങ്ങനെയെന്ന് വിശദീകരിക്കുക. ഉത്തരം: വിശദീകരണം: ചിത്രത്തിലെ സർക്യൂട്ട് പ്രകാരം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറന്റ് പായുന്നത് ഘടികാരദിശയിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോളിനോയിഡിന്റെ അഗ്രത്തുകൂടി കറന്റ് ഘടികാരദിശയിൽ പ്രവഹിക്കുമ്പോൾ ആ അഗ്രം ദക്ഷിണധ്രുവമായി സൗത്ത് പോളായി മാറുന്നു. ഇവിടെ ബി എന്ന അഗ്രം ഉത്തരധ്രുവമായി മാറുന്നതിനാൽ കാന്തസൂചിയുടെ വിപരീത ധ്രുവമായ ദക്ഷിണധ്രുവത്തെ അത് ആകർഷിക്കുന്നു. സി. വൈദ്യുത പ്രവാഹമുള്ള ഒരു സോളിനോയിഡിന്റെ കാന്തിക ശക്തി വർദ്ധിപ്പിക്കാൻ 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഉത്തരം: സോളിനോയിഡിനുള്ളിൽ ഒരു പച്ച ഇരുമ്പ് കോർ, സോഫ്റ്റ് അയൺ കോർ ഇറക്കിവെക്കുക. സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് വർദ്ധിപ്പിക്കുക. സോളിനോയിഡിലൂടെ കടന്നുപോകുന്ന വൈദ്യുതിയുടെ അളവ്, കറന്റ് ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കുക. ചോദ്യം 18B. AB എന്ന സോളിനോയിഡിന്റെ B എന്ന അഗ്രത്തിനടുത്തായി വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകവലയം ക്രമീകരിച്ചിരിക്കുന്നു. സോളിനോയിഡിലൂടെ ഒരു കറന്റ് ലഭിക്കുന്നതിനായി Pയ്ക്കും Qവിനും ഇടയിൽ ഒരു സെൽ ഘടിപ്പിക്കേണ്ടതുണ്ട്. എ. P എന്ന ഭാഗത്ത് ഒരു സെല്ലിന്റെ ഏത് ടെർമിനൽ ബന്ധിപ്പിക്കുമ്പോഴാണ് ചാലകവലയം B എന്ന അഗ്രത്ത് നിന്നും വികർഷിക്കപ്പെടുന്നത്? ഉത്തരം: നെഗറ്റീവ്. ബി. സോളിനോയിഡ് ഉണ്ടാക്കുന്ന ഫ്ലക്സ് വർദ്ധിപ്പിക്കുമ്പോൾ തന്നിരിക്കുന്ന ചാലകവലയം സൃഷ്ടിക്കുന്ന ഫ്ലക്സിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഉത്തരം: ഒരു വ്യത്യാസവുമില്ല. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ P എന്ന പോയിന്റിലും നെഗറ്റീവ് ടെർമിനൽ Q എന്ന പോയിന്റിലും ബന്ധിപ്പിച്ചാൽ സോളിനോയിഡിന്റെ ഏതഗ്രത്തായിരിക്കും ഉത്തരധ്രുവം രൂപപ്പെടുക? ഉത്തരം: ബി. വിദ്യുതവാഹിയായ ഒരു സോളിനോയിഡിന് ചുറ്റുമുണ്ടാകുന്ന കാന്തിക മണ്ഡലം ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു?
ഉത്തരം കാന്തിക മണ്ഡലം ബാർ മാഗ്നറ്റിന് സമാനമാണ്, എന്നാൽ ധ്രുവത മാറ്റാൻ സാധിക്കും. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നന്ദി.